പോയിന്റ് നമ്പർ 3. അടുത്ത് നോക്കുക. ഇനി നമുക്ക് പറയാൻ പോകുന്ന പോയിന്റ്സ്, അത് വളരെ കോമൺലി ചോദ്യം വരുന്നതാണ്. സ്പീഷീസ്. ഇവിടെ കുറേ വേർഡ് എഴുതുന്നുണ്ട്, എല്ലാം പേപ്പറിൽ വരുന്ന വേർഡുകളാണ്, പറയാൻ പറ്റുന്ന വേർഡുകളായിരിക്കും. ഒന്ന് കീ സ്റ്റോൺ സ്പീഷീസ് എന്ന് വിളിക്കും. നിങ്ങൾ ഏത് പേപ്പർ വായിച്ചാലും ഇങ്ങനെ ഒരു വാക്ക് വരും, കീ സ്റ്റോൺ സ്പീഷീസ്. 2, ഈ വാക്ക് വളരെ ഫെമിലിയർ ആയിരിക്കണം, അംബ്രല്ല സ്പീഷീസ് എന്ന് വിളിക്കും. 3, there's a third word, more common one, flagship species. 4, endemic species. 5, invasive species. 6, indicator species. 7, founder species. 8, critical link species. ഇതിൽ ഏത് വേണമെങ്കിലും ഒരു സ്ട്രൈക്ക് ചെയ്യും. ഇതൊന്നും ടെക്നിക്കൽ ഒരു വേർഡുമില്ല. ഇതൊക്കെ ചുമ്മാ ലേമൻ ജേർണൽ പീപ്പിൾ, മീഡിയ പീപ്പിൾ കൊടുക്കുന്ന ഒരു വാക്കുകളാണ്. ബയോളജിക്കലി ഒന്നുമില്ല ഇതിനകത്ത്, അങ്ങനെ ഒരു വാക്ക് ഒന്നും പറയുന്നില്ല ഒരിടത്ത്. അപ്പം ഇങ്ങനെ വരുന്ന വേർഡൊക്കെ എപ്പോഴും എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ചെയ്യും. കീ സ്റ്റോൺസ്. നിങ്ങൾ ഏത് കഴിഞ്ഞ ഒരു 2-3 മാസം ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഉണ്ടായ ബുഷ് ഫയർ വന്നപ്പോൾ അവർ പറഞ്ഞ വാക്കുകളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആമസോണിൽ ഫയർ വന്നപ്പോൾ ഈ വാക്കുകളൊക്കെ വന്നിരുന്നു. തേനി ഫോറസ്റ്റ് ഫയർ വന്നപ്പോൾ ഈ വാക്കുകളൊക്കെ വന്നിരുന്നു. നീൽഗിരി ഇപ്പോൾ ഇടയ്ക്ക് ഫയർ വന്നിരിക്കുകയാണ്, ഈ വാക്കുകളൊക്കെ അവർ പറയും. ഇതെല്ലാം ജേർണൽ മീഡിയ പീപ്പിൾ പറയുന്ന വാക്കുകളാണ്. അപ്പോൾ വളരെ യുണീക്കാണ്, ശ്രദ്ധിക്കുക വാക്കുകൾ. കീ സ്റ്റോൺസ് ഞാൻ 2 എക്സാമ്പിൾ പറയാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഒന്ന്, ബാനിയൻ ട്രീ നല്ലൊരു എക്സാമ്പിളാണ്. നിങ്ങൾ വെസ്റ്റേൺ പാർട്ടിൽ പോയാൽ അവർ പറയുന്ന പ്ലാന്റ് ഡൂറിയൻ ട്രീ, സ്റ്റാർ ഫിഷ്, ഇതെല്ലാം കീ സ്റ്റോണാണ്. ഞാൻ 2-3 എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ബാനിയൻ ട്രീ പറയാം, സ്റ്റാർ ഫിഷ് പറയാം, ഡൂറിയൻ പറയാം, എല്ലാം കീ സ്റ്റോണാണ്. എന്താണ് കീ സ്റ്റോൺ? കീ സ്റ്റോൺ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, കീ സ്റ്റോൺ സ്പീഷീസ് ആർ ദോസ് which support the ecosystem, especially during famine periods. See the word, keystone species supporting the ecosystem or forming an integral part of the ecosystem, especially during famine periods or adverse conditions. Okay, once you are removing a keystone species from the ecosystem, parallelly many number of species are disappearing. So once you are removing any keystone species from the given system, parallelly many number of species are disappearing. We brand them by the word called keystone. Okay, so keystone species are those which form the integral component of the ecosystem. By eliminating the keystone species, you are removing or indirectly loss of many species. Substantiation. Normally banyan tree produce flowers and fruits only during summer. ചൂട് വരുമ്പോഴാണ് പൂക്കുന്നതും ഫ്രൂട്ട്സ് ഉണ്ടാക്കുന്നത്. ബാനിയൻ ട്രീ മിക്കവാറും ഫ്രൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ചെടിയും ഫ്രൂട്ട് ചെയ്യത്തില്ല. Okay, so that indirectly referring that many insects, many birds exclusively depending banyan tree for their survival. അപ്പം നാട്ടിൻപുറത്തൊക്കെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഒരിക്കലും ഒരു ബാനിയൻ ട്രീ റിമൂവ് ചെയ്ത് നോക്കുക, അവിടെ നിന്ന് യു കനോട്ട് സീ എനി ബേർഡ്സ് ദെയർ, എനി ഇൻസെക്ട്സ് ദെയർ, ബിക്കോസ് such insects, such birds exclusively depending banyan tree for their survival. സീസൺ എന്താണ്? അഡ്വേഴ്സ് ആണ്, ഫെമൈൻ പീരീഡ് ആണ്. Then you brand them by the word called keystones. അപ്പോൾ അവിടെ വളരെ യുണീക്കാണ്. ഇറ്റ് ഫോമിങ് എ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ എക്കോസിസ്റ്റം, support the ecosystem at adverse conditions. You brand them by the word called keystone.
If you are removing a keystone, indirectly many species are lost. Okay, clear? Umbrella. I put the example tiger, an umbrella species. Elephant, an umbrella species. Rhinoceros, an umbrella species. So what it implies? Why tigers are moving into the domestic area, settlement area? Why tigers are moving into the settlement area or domestic area? Loss of? എന്ന് പറയുമ്പോൾ which cannot live in the ecosystem where it was commonly seen. Primarily എന്തായിരിക്കും? ഫുഡില്ല, വെള്ളമില്ല, രണ്ടുമാണ്. അപ്പോൾ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? Ecosystem is degenerating. അപ്പോൾ നോക്കുക, ഇവിടെ പോയിന്റ് നോക്കുക. So normally the conservation biologists employ a term called umbrella species, in the sense that if you're conserving an umbrella species, indirectly you are conserving the ecosystem. Okay, if you are conserving an umbrella species, which indirectly means that you are conserving the ecosystem. That means it forming a typical member of the ecosystems. അങ്ങനെ ആണെങ്കിൽ മാത്രം എന്ത് പറയണം? അംബ്രല്ല സ്പീഷീസ്. അവോട് അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്ത് പോയാൽ എല്ലാം പോയി. അംബ്രല്ല സ്പീഷീസ് നോട്ട് എൻ ഇന്റഗ്രൽ പാർട്ട്. ഞാൻ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ബാക്കി ആരെയും അവൻ എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യാനും പോകുന്നില്ല. അവനാണ് ചെയ്യുന്നത് it forming a typical member of the system. So if the umbrella species disappearing, that means your ecosystem is degenerating. Okay, ഇപ്പോൾ റൈനോസറസ് ഇല്ലാതാവുന്നുണ്ടെങ്കിൽ എന്താ അർത്ഥം? ആ സിസ്റ്റം എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. ആ സിസ്റ്റം എന്ത് ചെയ്യപ്പെടുന്നു? ഡീജനറേറ്റ് ചെയ്യുക. ഇപ്പോൾ റൈനോസറസിനെ പ്രൊട്ടക്ട് ചെയ്താൽ എന്തായിരിക്കും അർത്ഥം? ആ സിസ്റ്റത്തിന് എന്ത് ചെയ്യാം? പ്രൊട്ടക്ട് ചെയ്യാം. അപ്പോൾ കൺസർവേഷൻ ഓറിയന്റഡ് ആക്ടിവിറ്റി മുഴുക്ക നടക്കുന്നത് umbrella species. അതാണ് ചോദ്യം വന്നത്. So many of the conservation works carried across the world is exclusively based upon umbrella species. And usually the umbrella species is a macro mammal. മിക്കവാറും എല്ലാവരും അറിയപ്പെടുന്ന ഒരു മാമൽ ആയിരിക്കും, മാക്രോ മാമൽ ആയിരിക്കും. അല്ലാതെ ചെറിയൊരു ഇൻസെക്ഷൻ ആരെയും എന്ത് ചെയ്യത്തില്ല, ഹൈലൈറ്റ് ചെയ്ത് പറയത്തില്ല. ഓക്കെ, 3 ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ്. നോർമലി നിങ്ങൾ മൾട്ടി കോർപ്പറേറ്റ് കമ്പനീസിന്റെ അംബാസിഡേഴ്സ് കണ്ടിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ ലോക്കലി, വെൻ ഐ സ്പീക്ക് ലോക്കലി, കല്യാൺ ജുവലേഴ്സ്, ആ ഭീമ, അവിടെ ആരെയാണ് അംബാസിഡർ ഡിക്ലെയർ ചെയ്യുന്നത്? ആരെങ്കിലും ഒരാളെങ്ങനെ എടുത്തിടുകയാണ്? ആരെങ്കിലും സെലിബ്രിറ്റീസ്. എന്താ നമ്മൾ ഇട്ട നിൽക്കത്തില്ല അതിനകത്ത്? എന്താ നമ്മൾ ഇടാത്തത്? എന്താ? ഫെമിലിയാരിറ്റി ഇല്ല. ഇതാണ് ഇവിടുത്തെ പോയിന്റ്. Certain species are declared as celebrity species. Okay, so by highlighting the celebrity species, you are indirectly supporting that given ecosystem, what we commonly call flagship species, leadership species. So highlighting conservation by nominating a celebrity species. ഓക്കെ, അപ്പോൾ അവിടെ വളരെ ഇതന്നെ ഏതാണ്ട് ഒരുപോലെ വരും. അപ്പം ഇവർ തമ്മിൽ വരുന്ന വ്യത്യാസം, ഇവൻ എക്കോസിസ്റ്റത്തിന്റെ പാർട്ടാണ്, ഇവൻ പാർട്ടാവണമെന്നൊന്നുമില്ല. ഇവിടെ എന്തായിരിക്കും മീനിങ്? ഇത് എല്ലാവർക്കും അറിയുന്ന ഒരുത്തൻ. ഇറ്റ്സ് എ ഫെമിലിയർ വൺ ടു എവറിബഡി, കോമൺ മാൻ. ദെൻ യു ബ്രാൻഡ് ദം ബൈ ദ വേർഡ് കോൾഡ് ഫ്ലാഗ്ഷിപ്പ്. അപ്പോൾ യൂഷ്വലായിട്ട് അംബ്രല്ലയും ഫ്ലാഗ്ഷിപ്പും തമ്മിൽ എന്ത് ചെയ്യും? ഓവർലാപ്പ് ചെയ്യും. ടൈഗർ ഫ്ലാഗ്ഷിപ്പാണ്, എലിഫന്റ് ഫ്ലാഗ്ഷിപ്പാണ്, റൈനോസറസ് ഫ്ലാഗ്ഷിപ്പാണ്. കാരണം ഇത് 3 അറിയാതെ ആരും തന്നെ കാണത്തില്ല. അപ്പോൾ ഹൈലൈറ്റിംഗ് എ നമ്പർ സ്പീഷീസ് ഫോർ കൺസർവേഷൻ ഈസ് കോമൺലി കോൾഡ് ഫ്ലാഗ്ഷിപ്പ്. ദാറ്റ് വോണ്ട് ബി എ ടിപ്പിക്കൽ മെമ്പർ ഓഫ് ദ ഗിവൺ സിസ്റ്റം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പിന്നെയും പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കണം. ചോദ്യത്തിനകത്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ് എളുപ്പമായിരിക്കത്തില്ല. സിവിൽ സർവീസ് ആണെങ്കിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? തൊടും. അപ്പം അതിൻ്റെ കോൺസെപ്റ്റ് നിലയ്ക്കകത്തുണ്ടെങ്കിൽ തെറ്റത്തില്ല. കോൺസെപ്റ്റ് വേവറിങ് ആണെങ്കിൽ എല്ലാം ഒരുപോലെ ഇരിക്കും സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ പറഞ്ഞു ഇത് ഇൻ്റഗ്രലാണ്. സപ്പോർട്ടീവ് എന്നുള്ള വാക്കാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്.
ഇതാകുമ്പോൾ ടിപ്പിക്കൽ മെമ്പറാണ്. ഇവിടെ ആകുമ്പോൾ സെലിബ്രേറ്റീവ് ആയിരിക്കണം. ആ മൂന്നിൻ്റെ വേർഡ് ഇതാണ്. ഒന്ന് ഇൻ്റഗ്രലാണ്, രണ്ട് ടിപ്പിക്കൽ മെമ്പറാണ്, മൂന്ന് സെലിബ്രേറ്റീവ് ആണ്. യു ബ്രാൻഡ് ദം ഡിഫറൻ്റ്ലി ബൈ ദ ടേം കീസ്റ്റോൺ, അംബ്രല്ല, ഫ്ലാഗ്ഷിപ്പ്. ഇത് മൂന്നുമാണ് എപ്പോഴും ചോദ്യം വരുന്നത്. ഓക്കെ. 4 എൻഡമിക്. ഐ പുട്ട് ദ എക്സാമ്പിൾ ലൈൻ ടെയിൽഡ് മക്കാക്ക എൻഡമിക് ആണ്. നീലഗിരി താർ എൻഡമിക് ആണ്. പിച്ചർ പ്ലാന്റ് ആൻഡ് ഇൻസെക്ടിവറസ് പ്ലാന്റ് എൻഡമിക് ആണ്. ഞാൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചാൽ അതിന് ആൻസറായി. ലൈൻ ടെയിൽഡ് മക്കാക്ക സിംഹപാല കുരങ്ങൻ എൻഡമിക് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓസ്ട്രേലിയയിൽ ബുഷ് ഫയർ വന്നപ്പോൾ ഒരു ബെയർ അവർ പറഞ്ഞു, കൊയല ബെയർ അല്ലേ, എൻഡമിക് ടു ഓസ്ട്രേലിയ. ആ വാക്ക് എവിടെയാണ് വന്നത്? അപ്പോൾ ഞാൻ പറയും വാക്കുകളൊക്കെ നിങ്ങൾ പേപ്പർ വായിക്കുമ്പോൾ എല്ലാം കണക്റ്റീവാണ്. ഓക്കെ. ആമസോൺ ഫയർ വന്നപ്പോൾ ഒരുപാട് സ്പീഷീസ് അവർ എന്ത് പറഞ്ഞു, എൻഡമിക് ആയിട്ട് ഫ്ലാഗ്ഷിപ്പ് ആയിട്ട് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ വാക്കുകൾ ഇതാണ്. എൻഡമിക് എന്ന് പറയുമ്പോൾ certain species not cosmopolitan in distribution, seen, restricted only at certain geographical regions, we brand them. Okay, I repeat the word. Certain species restricted along certain regions only. എന്ന് പറയുമ്പോൾ എന്താവുന്നില്ല, കോസ്മോപൊളിറ്റൻ അല്ല, എല്ലായിടത്തും കിട്ടുന്നതല്ല. ആണെങ്കിൽ എന്ത് പറയണം, എൻഡമിക് എന്ന് പറയണം. ലൈൻ ടെയിൽഡ് മക്കാക്ക എൻഡമിക് ടു വെസ്റ്റേൺ ഗാട്സ്, വേറെ ഒരിടത്തും കാണത്തില്ല. ഡോണ്ട് പുട്ട് ദ വേർഡ് സൈലന്റ് വാലി. നമ്മളെപ്പോഴും റെസ്ട്രിക്ട് ചെയ്ത് സൈലന്റ് വാലിയിലാണ് കൊണ്ടുവെത്തുന്നത്. സൈലന്റ് വാലി എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗാട്സിൻ്റെ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എലോങ് ദ വെസ്റ്റേൺ ഗാട്സ് യു കൻ കം അക്രോസ് ദ കാറ്റഗറി കോൾഡ് ലൈൻ ടെയിൽഡ് മക്കാക്ക. നീൽഗിരി താർ എഗൈൻ എൻഡമിക് ടു മൂന്നാർ ഹിൽസ്. അപ്പോൾ മൂന്നാർ ഹിൽസിൽ മാത്രം കാണുന്ന ഒരു കമ്പൗണ്ടാണ് നീലഗിരി താർ, എൻഡമിക് ആണ്. ഓക്കെ. ഇനി നമ്മളെ മലബാർ സിബറ്റ് എൻഡമിക് ടു വെസ്റ്റേൺ ഗാട്സ് ആണ്. അതും വെസ്റ്റേൺ ഗാട്സ് എൻഡമിക് ആണ്. കൂടുതലായിട്ട് കാണുന്ന എവിടെ ആയിരിക്കും, ട്രവാങ്കൂർ ബെൽറ്റ് ഓഫ് കേരള. അത് ഹയർ നമ്പറാണ്. നമ്മൾ ആദ്യം പറഞ്ഞ വാക്കെന്താണ്, സ്പീഷീസ് ഈവൻനെസ് കൂടുതലാണ്. പക്ഷേ എവിടുത്തെ എൻഡമിക് ആണ്, വെസ്റ്റേൺ ഗാട്സിൻ്റെ എൻഡമിക് ആണ്. മനസ്സിലായോ? ഇനി നമ്മളെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എൻഡമിക് ടു രാജസ്ഥാൻ, വേറെ ഒരിടത്തൊന്നും ഇല്ല. Rhinoceros endemic to Assam. A certain animal or plant seen only in a particular geographical region, then you brand them. അപ്പോൾ ആ റീജിയൻ എന്തെങ്കിലും ത്രെട്ടനിങ് വന്ന് പോയാൽ ഡിസപ്പിയർ ചെയ്യിപ്പിക്കും. കാരണം അവനെ പിടിച്ച് വേറെ ഒരിടത്തും ചെയ്യാൻ പറ്റില്ല, വളർത്താൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ആ കണ്ടീഷൻ എന്ത് ചെയ്യണം, നിങ്ങൾ ആർട്ടിഫിഷ്യലി കൊടുക്കണം, അല്ലാതെ പറ്റത്തില്ല. അപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബിക്കോസ് ഇറ്റ് ഈസ് അഡാപ്റ്റഡ് only along certain geographical region, you brand them. രാജസ്ഥാനില്ല ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റേർഡ്, നമ്മളെ മെജസ്റ്റിക് ബേർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റേർഡ്, BUSTARD. എല്ലാ ദിവസവും പേപ്പറിൽ വന്ന വാക്കാണത്. ഇപ്പം 2020 നമ്മളെ ഏറ്റവും ഫണ്ട് കൊടുത്തിരിക്കുന്നതും ആ ബേർഡിനാണ് കൊടുത്തിരിക്കുന്നത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. നമ്മൾ മസ്കോട്ടായിട്ട് ഡിക്ലെയർ ചെയ്യാൻ പോകുന്ന ബട്ട് കാരണം ഇനി കുറേ കഴിയുമ്പോൾ ഇല്ല, സീറോയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. ഓക്കെ. ഇൻവേസീവ് ഞാൻ ഇവിടെ പറഞ്ഞ എക്സാമ്പിൾസ് വയ്ക്കുക. വേളി, ശാസ്താംകോട്ട, അഷ്ടമുടി കായൽ, വേമ്പനാട് കായൽ ഒന്ന് കയറി നോക്കുക. മുഴുക്ക് എന്താ കിടക്കുന്നത്, മുഴുക്ക് ഒരു പ്ലാൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുക ഇല്ലേ. താമരയും ആമ്പലും ഒക്കെ ഇപ്പോൾ ഇല്ല, പണ്ടുണ്ടായിരുന്ന ഒന്നും ഇപ്പോൾ അവിടെ ഇല്ല. കംപ്ലീറ്റ്ലി എന്താ കിടക്കുന്നത്, ഒരു എക്സോട്ടിക് പ്ലാന്റാണ് കിടക്കുന്നത്. എന്താണ് പ്ലാന്റ്, വാട്ടർ ഹയാസിൻസ് അല്ലെങ്കിൽ ഐക്കോർണിയ എന്ന് പറയുന്ന പ്ലാന്റാണ്. അപ്പോൾ ഐക്കോർണിയ നമ്മളെ പ്ലാന്റ് ഇല്ല. വി ബ്രോട്ട് ദ പ്ലാന്റ് ഫ്രം US ഫോർ ദ ക്യൂരിയസ് ഫ്ലവേഴ്സ്. നൗ ഇറ്റ് ബിക്കെയിം കോസ്മോപൊളിറ്റൻ along the water bodies of India. We brand them by the word invasive. അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരൂടെ പറയും, ഏലിയൻ സ്പീഷീസ് എന്ന് പറയാം. എക്സോട്ടിക്കാണ്. ഓക്കെ. അപ്പോൾ ഇൻവേസീവ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്പീഷീസ് ബ്രോട്ട് ഫ്രം അതർ കൺട്രീസ്, നോട്ട് അവർ നേറ്റിവിറ്റി. എക്സാമ്പിൾ ഏതാ, എൻഡമിക് നമ്മളത്
അല്ല, എൻഡമിക് ഓപ്പോസിറ്റ് ഇല്ല. ഇതിന്റെ ഓപ്പോസിറ്റ് പറയുമ്പോൾ ഇൻഡിജിനസ്. ഇൻവേസീവിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്ന വാക്ക് ഇൻഡിജിനസ് ആണ്, ഇന്ത്യയിൽ മാത്രം കാണുന്നത് ഇൻഡിജിനസ്. ഇത് ഓപ്പോസിറ്റ് വരത്തില്ല, ഇത് റെസ്ട്രിക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇൻവേസീവ് എന്ന് പറയുമ്പോൾ എക്സോട്ടിക് ആണ്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഇൻഡിജിനസ്, നമ്മളുടേതായ, നാടൻ എന്ന് പറയുന്നത്. ഓക്കെ, ഐ റിപ്പീറ്റ് ദ വേർഡ് ഇൻവേസീവ് എന്ന് പറയുമ്പോൾ സ്പീഷീസ് ബ്രോഡ് ഫ്രം അതർ കൺട്രീസ്. എക്സാമ്പിൾ ഒരുപാട് പറയാൻ പറ്റും. റെയിൽവേ ട്രാക്കിന് രണ്ട് സൈഡും കൂടി നടന്നു നോക്കുക, എനിവർ ഇൻ ഇന്ത്യ. ഒരു വൈറ്റ് ഫ്ലവേർഡ് ഒരു ഫ്ലവർ കാണും, ചെറിയ വീട് പോലെ, പാർത്തീനിയം എന്ന് പറയുന്ന പ്ലാന്റ്. ഇന്ത്യയിൽ ആസ്മാറ്റിക് റേറ്റ് കൂടാൻ കാരണം അതായിരുന്നു. ഇത് മുമ്പ് നമുക്ക് കിട്ടാൻ കാരണം ഗോതമ്പിന്റെ കൂടെ ചാക്കിന്റെ കൂടെ വന്ന ഒരു വീടായിരുന്നു. അന്ന് ഗോതമ്പ് ഫ്രീ ആയിട്ട് നമുക്ക് തന്നുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയ ഒരു ഗിഫ്റ്റ് ആയിരുന്നു ഈ പറയുന്ന പാർത്തീനിയം. നൗ കോളനൈസ്ഡ് അക്രോസ് ഇന്ത്യൻ റെയിൽവേസ്, എക്സോട്ടിക് ആണ്. ഓക്കെ, ഇനിയും പറയാം ഇപ്പറ്റോറിയം, കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയുന്ന പ്ലാന്റ്. നമ്മളെ പ്ലാന്റ് ഇല്ല, US പ്ലാന്റ് ആണ്, ഗോതമ്പിന്റെ കൂടെ കിട്ടിയതാണത്. കോളനൈസ്ഡ് ആണ് ഇൻ ഇന്ത്യ, അപ്പൊ അതും ഇൻവേസീവ് ആണ്. ഇനിയും പറയാം നൈൽ ഫിഷ്, പേപ്പറിലൊക്കെ ഒന്ന് കാണും, NILE. ആഫ്രിക്കയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നൊരു ഫിഷാ, ക്യൂരിയോസിറ്റിക്ക് വേണ്ടി മാത്രം. മുഖത്ത് മീശയൊക്കെ കാണും, നൈൽ ഫിഷ് എന്ന് പറയും, കാറ്റ് ഫിഷ് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ബിക്കെയിം ഇൻവേസീവ് സ്പീഷീസ് ആണ്. കണ്ടോ? അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്ലാന്റും അനിമൽ എന്ത് ചെയ്തു? വി ബ്രോഡ് ഫ്രം other countries for curiosity or unknowingly. We brand them by the word invasive. അപ്പോൾ invasive species എപ്പോഴും എന്തുണ്ടാവും? Threatening to native plants and animals. മറന്നു പോകരുത്. മറ്റൊന്നും ഞാൻ അങ്ങനെ വാക്ക് പറഞ്ഞിട്ടില്ല. ഇൻവേസീവ് ആണെങ്കിൽ അവൻ എന്ത് ചെയ്യും? whenever it colonizing, it forming a threatening to our own indigenous plants and animals. ഓക്കെ, അടുത്ത വാക്ക് നോക്കുക, ഇൻഡിക്കേറ്റർ. ഈ വാക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന, when I said the word eutrophication, I placed the word cyanobacteria is an indicator of the phenomena called eutrophication. Okay, wherever cyanobacteria occurring in the water body, it indirectly reflecting the water pollution, namely eutrophication. So you brand them indicator species. Lichen, bio indicator of air pollution. ആ സിറ്റിയിൽ ഒരിക്കലും ആര് വളരത്തില്ല? ലൈക്കൻ വളരത്തില്ല. കാരണം സിറ്റി മുഴുവൻ എന്താണ്? എയർ പൊല്യൂട്ടഡ് ആണ്. അപ്പം നമുക്ക് പറയുന്ന വർക്ക് ഇതാണ്. ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ ഇത് ഇൻഡിക്കേറ്റിംഗ് എൻ എക്കോളജിക്കൽ ഇഷ്യൂ. ഒരു എക്കോളജിക്കൽ ഇഷ്യൂ ആണ് എന്ത് ചെയ്യും? ഇൻഡിക്കേറ്റ് ചെയ്യും. ലൈക്കൻ എയർ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആണ്. സൈനോബാക്ടീരിയ യൂട്രോപ്പിഫിക്കേഷൻ ഇൻഡിക്കേറ്റർ ആണ്. ഇടയ്ക്ക് പേപ്പറൊക്കെ വായിച്ച് അറിയാൻ പറ്റും. ഒരു എന്താണ് ഫേൺ, FERN, ഗോൾഡ് മൈൻസ് എവിടെ ഉണ്ടെങ്കിലും ഇവൻ അവിടെ കാണും. പേപ്പറൊക്കെ ഇടയ്ക്ക് വായിച്ച് നോക്കുക. ഹിന്ദു തന്നെ ഒന്ന് വായിച്ച് മറച്ചു നോക്കുക. A fern was identified by from India wherever it located, normally indicating a metal called gold. മനസ്സിലായോ? അപ്പോൾ അത് ബയോ ഇൻഡിക്കേറ്റർ ഓഫ് ഗോൾഡ് മെറ്റൽ. അപ്പോൾ അതും അനദർ ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, എന്താ റിഫർ ചെയ്യുന്നത്? ഇറ്റ് ഇൻഡിക്കേറ്റിംഗ് ഇൻ എക്കോളജിക്കൽ കണ്ടീഷൻസ്. ഓക്കെ, ഇഷ്യൂ എന്തെങ്കിലും പറയാം. ഫൗണ്ടർ, എല്ലാ പ്ലാന്റ്സും ഫൗണ്ടർ സ്പീഷീസാണ് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? ഇറ്റ് ഫോമിംഗ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ എക്കോസിസ്റ്റം. എന്താ അതിന് കൊടുക്കാൻ കാരണം? ദേ ആർ ദ ഓൺലി കാറ്റഗറി കോൾഡ് പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ എനി പ്ലാന്റ് കമ്മ്യൂണിറ്റി, അത് വാട്ടറിലാണെങ്കിലും കൊള്ളാം, ലാൻഡിലാണെങ്കിലും കൊള്ളാം, they forming the basis of ecosystem because they providing food, so we commonly call them founder species. Okay, the last one, critical link species. For example, if I put the word insects, butterfly, moth, etc., critical link species are. Butterfly parayam, moth parayam, insects parayam. Nitrogen fixing bacteria ക്രിട്ടിക്കൽ ലിങ്ക് സ്പീഷീസ് ആണ്. അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ ലിങ്ക് സ്പീഷീസ്? അത് ബട്ടർഫ്ലൈ ആയതുകൊണ്ട്. എന്താണ് ക്രിട്ടിക്കൽ ലിങ്ക് സ്പീഷീസ്? ഇറ്റ് ഇൻഡിക്കേറ്റിംഗ് എ ബയോളജിക്കൽ ഫിനോമിന. ഇറ്റ് ഇൻഡിക്കേറ്റിംഗ് എ ബയോളജിക്കൽ ഫിനോമിന സംവാട്ട് ലൈക്ക് യുവർ ഇൻഡിക്കേറ്റർ. പക്ഷേ ഇൻഡിക്കേറ്ററും തമ്മിൽ വളരെ ഡിഫറൻ്റ് ആണ്. ബിക്കോസ് ഇറ്റ് പ്ലേ എ റോൾ ഇൻ ദ ഇവൻറ്റ്സ്. പോളിനേഷൻ നടക്കണമെങ്കിൽ ആര് വേണം? നാച്ചുറലായിട്ട് ഇൻസെക്ട്സ് വേണം. നൈട്രജൻ ഫിക്സ് ചെയ്യണമെങ്കിൽ ആര് വേണം? നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ വേണം. അപ്പോൾ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ റെഗുലേറ്റിംഗ് നൈട്രജൻ സൈക്കിൾ. ഓക്കെ, ഇൻസെക്ട്സ് ആർ റെഗുലേറ്റിംഗ്
pollination. We brand them by the word called critical link species. വളരെ സിമ്പിളാണ്, ബട്ട് യു കൻ മേക്ക് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. ഇതിൽ ഏത് വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം സീ ദ വേർഡ് ക്രിട്ടിക്കൽ ലിങ്ക്, ഫൗണ്ടർ, ഇൻഡിക്കേറ്റർ, ഇൻവേസീവ്. ഇങ്ങനെ ഒരു പ്ലാൻ നിങ്ങൾ ഓർത്തിട്ടേക്കണം. കാരണം ഇപ്പം ഹിമാചൽ പ്രദേശിലൊക്കെ ഇഷ്യൂ വന്നുകൊണ്ടിരിക്കുന്നത് ലൻഡാന. നിങ്ങൾ വെറുതെ നെറ്റിൽ കയറി ഹിമാചൽ പ്രദേശ് ലൻഡാന കൊടുത്തു നോക്കുക, യു വിൽ സീ ദ ഇമ്പാക്ട് ഓഫ് ദാറ്റ്. ലൻഡാന അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നൊരു പ്ലാന്റാ. നമ്മൾ പൂച്ചെടി എന്നൊക്കെ പറയത്തില്ലേ, പൊന്മുടി മുഴുക്കുമ്പോൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക, നീലഗിരി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായോ? അപ്പം അത്രയ്ക്കും വലിയ വീടായിട്ട് മാറിയിരിക്കുക. ഇത് വരുന്നതോടെ സംഭവിക്കും, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇൻഡിജിനസ് പ്ലാന്റ്സ് മുഴുവൻ എന്ത് ചെയ്യും? ഡിസപ്പിയർ ചെയ്യും. അപ്പം ഹിമാചൽ പ്രദേശിൽ ഇപ്പോൾ അവരുടെ നേറ്റീവ് പ്ലാന്റ് ഒന്നും കാണുന്നില്ല, പലതും എന്ത് ചെയ്തു? ഡിസപ്പിയർ ചെയ്യപ്പെട്ടു. ലൻഡാന. ഇനി വേറൊരു കുഴപ്പം കൂടെ ഉണ്ട് ഈ പ്ലാന്റ്, സമ്മർ ആകുമ്പോൾ ഇത് ഉണങ്ങിപ്പോവും. സീഡ്സ് ഭയങ്കര റെസിസ്റ്റൻ്റ് ആണ്, ഇതിൻ്റെ സീഡ്സ് ഹൈലി റെസിസ്റ്റൻ്റ് ആണ്. ഇത് ഉണങ്ങുന്നത് മാത്രമല്ല, ഈ പ്ലാന്റ് റിച്ച് ഇൻ എത്തീരിയൽ ഓയിലാണ്. ഓയിൽ ഇഷ്ടംപോലെ ഉണ്ട്. ചെറിയൊരു ഫ്രിക്ഷൻ ഉണ്ടായാൽ മതി, ഇവനെന്ത് ചെയ്യും? ഫയർ വരും, മൊത്തം പ്ലാന്റും കത്തിപ്പോവും. ഇവൻ കത്തത്തില്ല, ഇവൻ്റെ സീഡ് എന്താണ്? ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. അടുത്ത മഴ വരുമ്പോൾ എന്ത് ചെയ്യും? അവൻ ജർമ്മനിയിട്ട് വളർന്നു പോകും. ബാക്കിയെല്ലാ പ്ലാന്റ് എന്ത് ചെയ്യും? ഇതാണ് ഹിമാചൽ പ്രദേശിലെ ഇഷ്യൂ. അവർ 3 തവണ ഇതെന്ത് ചെയ്ത് റിമൂവ് ചെയ്തു ബൈ മാസീവ്ലി, ബട്ട് അഗെയിൻ ദേ ആർ റീക്രോപ്പിംഗ്. അപ്പോൾ ഇറ്റ്സ് എ ബിഗ് ത്രെട്ടനിങ് ടു ഹിമാചൽ എക്കോ സിസ്റ്റം. ദ പ്ലാന്റ് ഇസ് ലണ്ടൻ. ഇപ്പം നീലഗിരി മൗണ്ടനിലും ഇഷ്യൂ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താമസിക്കാതെ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കൊക്കെ എന്തെപ്പെടും? ത്രെട്ടനിങ്ങിലോട്ട് കയറും. കാരണം നീലഗിരി മൗണ്ടൻ്റെ താഴ്വശമാണ് എന്ത് വരുന്നത്? നമ്മളെ ഇരവികുളം നാഷണൽ പാർക്കൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കാണുന്ന എന്താണ്? നമ്മളെ കുന്തി, നമ്മളെന്താണ് നീലക്കുറിഞ്ചി, ഇതൊക്കെ എന്ത് ചെയ്യും? ഡിസപ്പിയർ ചെയ്തു പോകും. കാരണം ഇവൻ കോളനൈസ് ചെയ്ത് പോയാൽ നമ്മളെ ഒരു പ്ലാന്റ് ഇവിടെ വളരത്തില്ല, അത്രയ്ക്ക് റെസിസ്റ്റൻ്റ് ആണ്. Okay, but that's a very good question you have for the examination.